ഗർഭിണികൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ലീപ്പിംഗ് പൊസിഷൻ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പ്രധാന കാരണം മേജർ ബ്ലഡ് വെസൽസായ ഇൻഫീരിയർ വീന കാവ എന്ന വെയിൻ, അയോർട്ട എന്ന മെയിൻ ആർട്ടറി, ഇതിൽ വെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ മെയിനായിട്ട് ഈ ഗ്രാവിഡ് യൂട്രസ്, അതായത് ബേബിയും ഫ്ലൂയിഡും പ്ലാസൻ്റയും എല്ലാം കൂടിയുള്ള ആ യൂട്രസിൻ്റെ വെയിറ്റ് ഈ മേജർ ബ്ലഡ് വെസലിലേക്ക് മലർന്നു കിടക്കുമ്പോഴേക്ക് ഒരു പ്രഷർ ഇഫക്റ്റ് വരുന്നതിനാൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകാം. അതുപോലെ തന്നെ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് കുഞ്ഞിനുള്ള വളർച്ചക്കുറവ് ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലർക്ക് അവസാന മാസങ്ങളിൽ സ്ഥിരമായിട്ട് ഈ മലർന്ന് കിടക്കുന്നവരിൽ ഈവൻ കുഞ്ഞ് ഉള്ളിൽ വെച്ച് തന്നെ മരിച്ചു പോകാനുള്ള സാധ്യത പോലും ചില സ്റ്റഡീസ് അപൂർവമായി തെളിയിച്ചിട്ടുണ്ട്. ഉറക്കം ഉണർന്നു വരുമ്പോൾ മലർന്ന് കിടക്കുന്നു എന്നോർത്ത് പാനിക്കാവേണ്ട. അപ്പോൾ അതൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞാൽ മതി. ലെഫ്റ്റിലേക്ക് തന്നെ ചെരിഞ്ഞ് കിടന്ന് മടുക്കുമ്പോൾ റൈറ്റിലേക്ക് ചെരിയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ പൊസിഷനും പ്രിഫറബിൾ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പോൾ പ്രഗ്നൻസി പില്ലോസ് ഇതിന് സഹായിക്കും. അല്ലെങ്കിൽ സാധാരണ പോലെ ഒരു പില്ലോ ലെഫ്റ്റ് ബാക്കിൻ്റെ പുറകിൽ, കാലിൻ്റെ ഇടയിൽ, വയറിൻ്റെ അടിയിൽ ഒക്കെ ആയിട്ട് വെച്ച് കിടന്നാലും ഈ പൊസിഷൻ നമുക്ക് കിടക്കാൻ പറ്റും. ആദ്യത്തെ 3 മാസങ്ങളിൽ ഏത് പൊസിഷനിലും കുഴപ്പമില്ല, നേരെയോ ചെരിഞ്ഞോ കമന്നോ ഒക്കെ കിടക്കാം. 5 മാസത്തിന് ശേഷമാണ് ഈ യൂട്രസ് ഈ പുക്കിളിന് മുകളിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ ബ്ലഡ് വെസലിലേക്കുള്ള പ്രഷർ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. സ്ഥിരമായി ചെരിഞ്ഞ് കിടക്കുമ്പോഴുള്ള ചില ഡിസ്കംഫർട്ടുകളുണ്ട്. ചിലർക്ക് ബാക്ക് ബോണിന് താഴ്ഭാഗത്ത് വേദന വരും, പ്രത്യേകിച്ച് ഗർഭിണികൾക്ക്. അപ്പോൾ അങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെയുള്ളവരോട് പറയും അവർക്ക് ലോ ബാക്കിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഡിസ്കംഫർട്ട് കുറയും. അതുപോലെ ചിലർക്ക് ബാക്കിലേക്ക് കിടന്നാൽ കംഫർട്ടബിൾ ആണെന്ന് പറയുന്നവർക്ക് 2 പില്ലോ പുറകെ വെച്ചിട്ട് പൊസിഷൻ മലർന്ന് കിടക്കുന്നതിന് ഒരു 45 ഡിഗ്രി എപ്പോൾ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴും ഈ പ്രഷർ ഇഫക്റ്റ് കുറയുകയും അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഹാർട്ട് ബേണിൻ്റെ പ്രശ്നമുള്ളവർക്കും 45 ഡിഗ്രി എങ്കിലും എലിവേറ്റഡ് ആയിട്ട് കിടക്കുന്നത് അവരെയും സഹായിക്കാറുണ്ട്.